സാധാരണ ഒരു കഥ പറയാറുണ്ട്. ഒരു മനുഷ്യന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരാൻ, ഇന്ന് കൃത്യം 2 മണിക്ക് നിങ്ങളുടെ ഫ്ലാറ്റ് കത്തിച്ചാമ്പലാകും. അയാൾ നേരെ ഫ്ലാറ്റിലേക്ക് എത്തി. ചെറിയ 2 മക്കള് അയാളുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു, അല്ല ഉപ്പച്ചി ഇന്നെന്താ നേരത്തെ എത്തിയത്? സാധാരണ 4 മണിക്കാണല്ലോ എത്താറുള്ളത്, ഇന്നെന്താ ഉപ്പച്ചി നേരത്തെ എത്തിയത്? ആ കുട്ടികളോട് ആ മനുഷ്യനൊരു മറുപടിയും പറഞ്ഞില്ല. നേരെ റൂമിലേക്ക് കയറി തന്റെ പെട്ടിയിൽ ATM കാർഡും യാത്രക്കാവശ്യമായിട്ടുള്ള വസ്ത്രവും എല്ലാം ഒരുക്കി വെക്കുമ്പോ ഭാര്യ അടുക്കളയിൽ നിന്ന് വന്നിട്ട് ചോദിക്കാണ്, അല്ല മനുഷ്യ എന്താ ആരോടും പറയാത്തൊരു യാത്ര? ഭാര്യയോടും ഒന്നും പറഞ്ഞില്ല. പെട്ടി ഭദ്രമാക്കി അടച്ച് തനിക്ക് ആവശ്യമുള്ളതെല്ലാം അതിൽ കരുതി തിരിച്ചു വരുമ്പോ കൂട്ടുകാര് ചോദിച്ചു, അയൽക്കാര് ചോദിച്ചു, എവിടേക്കാണ് യാത്ര? അവരോടും ഒന്നും പറഞ്ഞില്ല. അയാൾ കൃത്യം മൊബൈലിലേക്ക് നോക്കിയപ്പോ സമയം 1:30. അയാൾ ബൈക്കിൽ കയറി അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. 2 മണിക്ക് ഫ്ലാറ്റ് കത്തിച്ചാമ്പലായി. നമ്മൾ എന്തു പറയും ആ മനുഷ്യനെ സംബന്ധിച്ച്? ഭാര്യയോട് സ്നേഹമുള്ള, മക്കളോട് സ്നേഹമുള്ള, അയൽക്കാരോട് സ്നേഹമുള്ള ഒരു വ്യക്തി എന്ന് പറയും? ഒരിക്കലുമില്ല. യഥാർത്ഥത്തിൽ ആ മനുഷ്യന്റെ പണിയെടുക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ. നമുക്കറിയാം, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, കൈകളിൽ ചരട് കെട്ടിയാൽ, അരയിൽ ഏലത്ത് കെട്ടിയാൽ, തൗഹീദിൽ പോരായ്മകളുണ്ട് എങ്കിൽ അവന് നരകം നിർബന്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ് എന്ന് നമുക്കറിയാം. നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ചുറ്റുപാടിലും ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാർ, അവര് നരകത്തിലാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഒരിക്കലെങ്കിലും ഒന്ന് പറയാൻ, ഇതാ ഈ പോക്ക് അപകടമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. മക്കള് ഗൾഫിൽ നിന്നെത്തിയാൽ ഓരോ പൊതിയാക്കി ഭക്ഷണം എല്ലാ ഭാഗത്തും നമ്മൾ എത്തിക്കും. വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അയൽവാസികളുടെ വീട്ടിലും മൂച്ചാപ്പാന്റെ വീട്ടിലും കുടുംബക്കാരുടെ വീട്ടിലും എല്ലായിടത്തും നമ്മൾ എത്തിക്കും. എല്ലാവരെയും നമുക്ക് ഇഷ്ടമാണ്, അവരോടൊക്കെ നമുക്ക് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷെ സ്വർഗം നിർബന്ധമാക്കുന്ന, നരകം നിഷിദ്ധമാക്കുന്ന ഈ വലിയ സമ്മാനം, തൗഹീദ് എന്ന സമ്മാനം എത്ര പേർക്ക് എത്തിച്ചു കൊടുക്കുവാൻ സഹോദരന്മാരെ നമുക്ക് സാധിച്ചു? നമ്മളേറെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ പോലും ഇന്നും വിഗ്രഹങ്ങളോടും, ഇന്നും ജാരങ്ങളോടും, ഇന്നും മക്ബറകളോടും പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, നരകം നിർബന്ധമാണ്. പക്ഷേ ഒന്ന് പറയാനുള്ള മനസ്സ് നമുക്ക് വന്നിട്ടുണ്ടോ? ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട വിഷയമാണ്. അവസാനമായി സ്വർഗത്തിലേക്ക് വരുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ മനുഷ്യൻ കറുത്തിരണ്ട രൂപവുമായി നെഹ്റുൽ ഹയാത്ത് എന്ന നദിയിലേക്ക് കൊണ്ടുവരും. അവിടെ വെച്ച് സുന്ദരമായ രൂപം അല്ലാഹു തആല നൽകും. ആ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കും, റബ്ബേ നിന്റെ സ്വർഗം കാണാൻ വലിയ ആഗ്രഹമുണ്ട്, ആ സ്വർഗം ഒന്ന് കാണിച്ചു നൽകണേ. അല്ലാഹു തആല ആ മനുഷ്യന് സ്വർഗം കാണിച്ചു കൊടുക്കും. ആ സ്വർഗം കാണുന്ന സമയത്ത് ആ മനുഷ്യൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് സ്വർഗത്തിലെ സുന്ദരമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ. റഹ്മാനായ റബ്ബ് ജീവനത്തിലെ സകല തിന്മകളിലും മതിമറന്ന ആ മനുഷ്യനെ, അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്ന മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ട് പറയാണ്, ചെല്ല്, നിനക്ക് വേണ്ടത് നീ എടുത്തുവാ. ആ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് പറയാണ്, റബ്ബേ ഖദ് മലഅ, ആ സ്വർഗം നിറക്കപ്പെട്ടിട്ടുണ്ട്, ഒരു സ്ഥലം പോലും പടച്ചോനെ അവിടെ എനിക്ക് കാണുന്നില്ല. അല്ലാഹു തആല വീണ്ടും പറഞ്ഞയക്കുമെന്നാണ്. വീണ്ടും ആ മനുഷ്യൻ തിരിച്ചു വരും. വീണ്ടും അല്ലാഹു തആല പറഞ്ഞയക്കും. വീണ്ടും തിരിച്ചു വരും. റഹ്മാനായ റബ്ബ് അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന ആ മനുഷ്യന് പോലും വലിയ സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോ ആ സമയത്തും നരകത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്ന ചില ആളുകളുണ്ട്. അവസാനത്തെ മനുഷ്യൻ സ്വർഗത്തിൽ കിടന്നാലും നരകത്തിന്റെ അടിത്തട്ടിൽ കത്തിയെരിയുന്നൊരു കൂട്ടർ, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗത്തിന്റെ ഗന്ധം നിഷിദ്ധമാണ്. ഒരു തവണ പോലും സ്വർഗം കാണാൻ കഴിയാതെ നരകത്തിന്റെ അടിത്തട്ടിൽ കഴിയേണ്ട ഹതഭാഗ്യവാന്മാരാണ് അവർ. അവർക്ക് കഴിക്കുവാനുള്ളത് വിശന്നു വലയുമ്പോൾ, ദാഹിക്കുമ്പോൾ അവർ ചോദിക്കും, ഒരു തുള്ളി വെള്ളം നൽകണേ. ക്രിസ്തീൻ എന്ന പാനീയം അവരെ കുടിപ്പിക്കും. രക്തവും ചലവും കൂടിക്കലർന്ന വ്യഭിചാരികളുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വൃത്തികെട്ട ഒരുതരം ദ്രാവകം, അത് തിളച്ചുമറിയുന്ന ഇസിലിൻ എന്ന പാനീയം അവരെ കുടിപ്പിക്കും. അവരുടെ തലയോട്ടികൾ ഉരുകിയൊലിക്കുമെന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. കടിക്കുവാനെടുക്കുമെന്ന കായകളായിരിക്കും. അവസാനത്തെ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നാലും നരകത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്നവർ, അവർ കൈകളിൽ ചരട് കെട്ടിയവരാണ്, അരയിൽ ഏലത്ത് കെട്ടിയവരാണ്. യാ അല്ലാഹ് എന്ന് വിളിക്കേണ്ടതിനു പകരം മുഹിയുദ്ദീൻ ശൈഖിനോടും ഇഫായി ശൈഖിനോടും മദീനികളോടും അതേ രൂപത്തിൽ മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിച്ചവരാണ്. വിശ്വാസത്തിൽ ചിർക്ക് കലർന്നു വന്നവരാണ്. സഹോദരന്മാരെ, നമ്മൾ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരിൽ പലരും, നമ്മൾ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ അയൽക്കാരിൽ പലരും
അവർ നരകത്തിലാണ് എന്നറിഞ്ഞിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നിസ്സാരമായിട്ടുള്ളൊരു വിഷയമല്ല സഹോദരന്മാരെ. ചിലപ്പോ ചെറിയ കുട്ടികളൊക്കെ മെഴുകുതിരിയിൽ ഇങ്ങനെ കൈവച്ച് കളിക്കാറുണ്ട്. അവര് പറയും, ഞാൻ തീയിൽ കൈയിടുന്നത് നോക്കൂ, അങ്ങനെ അവർ കളിക്കാറുണ്ട്. 2-3 സെക്കൻഡ് പോലും ആ മെഴുകുതിരിയിലൊന്ന് കൈവെക്കാൻ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. എന്നാൽ അതിനേക്കാൾ ശക്തമാണ് റബ്ബിന്റെ നരകം, കറുകറുത്ത നരകം, മനുഷ്യന്റെ തലയോട്ടികളെ കരിച്ചു കളയുന്ന നരകം. മനുഷ്യന്റെ തലയോട്ടികളെ കരിച്ചു കളയുന്ന, മനുഷ്യന്റെ രൂപം മാറ്റിക്കളയുന്ന ആ ഭീകരമായ നരകം അത് തമാശയല്ല സഹോദരന്മാരെ. അതുകൊണ്ടൊരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഗുണകാംക്ഷയായിരിക്കണം. മുഴുവൻ മനുഷ്യരോടും അടങ്ങാത്ത നസീഹത്തായിരിക്കണം. ഒരാൾ പോലും സ്വർഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൂടാ. ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഗുണകാംക്ഷയായിരിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി സൂചിപ്പിക്കുകയാണ്, ആ ഒരു തലത്തിലേക്ക് മാറാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. അദ്ദീനു അന്നസീഹ, മതമെന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്.